ഇനി ഞാൻ പറയുന്നത് ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയൊരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഇത് പലർക്കും ഇത് അറിയാവുന്നതാണ്, ചിലർ അറിയാമെങ്കിലും ഇത് ചെയ്യാറില്ല. എന്നാൽ നല്ല ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ത്രെഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ മോയ്സ്ചറൈസർ പുരട്ടുന്നുണ്ട്, ഇപ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ വരണ്ട് പോകാറുണ്ട്. അപ്പോൾ ഈ വരണ്ട് പോകുന്ന അവസരത്തിൽ നമ്മൾ ഈ ഐബ്രോസ് എടുക്കാൻ നമ്മുടെ സലൂണിൽ വരുമ്പം ഈ തൊലി നമ്മുടെ സ്കിന്നിൻ്റെ ആ ഭാഗമൊക്കെ മിക്കവരുടെയൊക്കെ പൊട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ സ്കിൻ പൊട്ടാറുണ്ട്. നമ്മൾ സൂക്ഷിച്ചാലും അത് പൊട്ടാറുണ്ട്, വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ ഈ ത്രെഡിങ് നൂല് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നൂല് പൊട്ടിപ്പോവുകയും സ്കിൻ പൊട്ടാനുള്ള സാധ്യതയുള്ളത്. അപ്പം പലരുടെയും അഭിപ്രായമാണ്, വർഷങ്ങളായിട്ട് ഓരോരുത്തരുടെ അനുഭവമാണ് ഞാനിത് പറയുന്നത്. ഇത് നമ്മൾ ത്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കുമ്പം വെള്ളമെല്ലാം ഈ ത്രെഡ് വലിച്ചെടുത്ത് അപ്പം ത്രെഡൊന്ന് സോഫ്റ്റ് ആവും. ആ ഡ്രൈ ആയിരിക്കുന്ന ത്രെഡിനെ ഒന്ന് സോഫ്റ്റ് ആകാൻ കഴിയും. അതിനുശേഷം നമ്മൾ കസ്റ്റമർ വരുമ്പം നമ്മളിത് ത്രെഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല പെയിൻ കുറഞ്ഞിരിക്കും. നല്ല ഈസി ആയിട്ട് നമുക്കവിടെ പൊട്ടാതെ തന്നെ നമുക്ക് നമ്മുടെ അവിടുത്തുള്ള ഹെയറുകളെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. അപ്പം അത് സ്കിൻ പൊട്ടും എന്നുള്ള പേടിയില്ല. ചില ക്ലയൻസ് വരുമ്പോൾ നിർബന്ധമായി തന്നെ നമ്മളുടെ ഈ ത്രെഡിങ് നൂല് നനച്ച് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. അതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള കാര്യം. നമ്മൾ അഥവാ നനയ്ക്കാൻ മറന്നുപോയാൽ നനയ്ക്കുമ്പം അവർക്ക് നല്ല പെയിൻ കുറഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായം കൂടുതൽ ആൾക്കാരിൽ നിന്നും വരുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് ചിലർക്കൊക്കെ അറിയാം, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ ക്ലയൻസിന് നല്ലൊരു അഭിപ്രായം തന്നെ കിട്ടുകയും ചെയ്യും, പെയിനില്ല എന്നുള്ള. താങ്ക് യു.